അല്ല അറിയാഞ്ഞ് ചോദിക്കുന്നത്, ഇത് ഈ ഉത്സവത്തിന്റെ സമയത്ത് ഇങ്ങനൊരു അലർച്ച കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തെന്ന് അറിഞ്ഞിട്ടാ ഭയങ്കരത്തിന് ഒച്ചപ്പാടും കാര്യങ്ങളും ഉണ്ട്. ഉത്സവം കൂടിയതല്ല, ഇപ്പൊ ഉത്സവത്തിന്റെ ഏകദേശം കൂടി താഴേണ്ട സമയമാണ്. അപ്പോഴും ഒരു കുഞ്ഞിലെ പൂറ്റാന്ന് കേൾക്കുന്ന കരച്ചൽ. ഇപ്പൊ ഇങ്ങനെ പൂച്ച കൊടി അങ്ങനെയല്ല ഈ കൊടി കയറിയാണൊക്കെ ഈ പേത്താളിനെ ഇങ്ങനെ ഏറ്റവും തൂക്കിയിട്ട് പോകുന്നല്ല യജമാന്റെ കുഞ്ഞിന്ന് തോന്നുന്നു. ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ അപ്പൊ ആ കുഞ്ഞിനെ ഒന്ന് വിളിക്കണം. യജമാന്റെ കുഞ്ഞല്ലേ ഇന്ന്. ഇപ്പൊ യജമാനെ കാണുമ്പോ പിന്നെ യജമാന്റെ കുഞ്ഞാവൂലേ? അതെ. ഇപ്പൊ അത് കാണുമ്പോ ആ കായം, ആ അതിന്റെ ഭാവ കാണുമ്പോൾ അത് യജമാന്റെ തന്നെ തോന്നുന്നു. ഒരു ചുഴൽക്കാറ്റ് പോലെ യജമാന്റെ കാറ്റ് വീശിയാൽ തന്നെ മരിക്കുന്ന പറയുന്ന അടുക്കലേക്ക് ഇത്രയും വലിയൊരു പാപം ചെയ്യാൻ യജമാനെ എങ്ങനെ മനസ്സ് വന്നു? ഈ കുഞ്ഞിനെ അടിച്ച് അങ്ങനെ കരയിച്ച് അവശനാക്കാൻ. പറഞ്ഞ കേക്കാതെ കുഞ്ഞ് ഇല്ല. അതെങ്ങനെ അറിയോ? ഒന്ന് ചൊല്ലിക്കൊട്, ഒന്ന് തല്ലിക്കൊട്, പിന്നെ തള്ളിക്കളാന്ന്. ഈ ഏറ്റവും അവസാനം ചെയ്യേണ്ടത് ആദ്യം ചെയ്തുകൂടല്ലോ. കുഞ്ഞിക്ക് ചൊല്ലിക്കൊടുക്ക, എന്തായാലും കേക്കും അത്. അല്ല ഇപ്പൊ തച്ചിട്ട് അവശനായി. ഇനി ആ ജീവനുണ്ടോന്നും കൂടി നോക്കിയാൽ പിന്നെ വിശേഷമായി. ഇപ്പൊ ഏകദേശം എനിക്ക് ആ കാറ്റ് യജമാന്റെ അറിയാതെ പിന്നെ പോയില്ല. എന്തായാലും ജീവനുണ്ടെങ്കിലേ അല്ല അത് വേറെ സങ്കല്പമുണ്ട്. ഏതിനൊരു ജീവകല കൊടുക്കുന്നത് അഗ്നി തന്നെ പറയുന്നത്. പഞ്ചാഗ്നി, പ്രാണൻ, അപാനൻ, സമാനൻ, അങ്ങനെ പഞ്ചപ്രാണങ്ങൾ നിലനിൽക്കണമെങ്കിൽ അഗ്നി ഏറ്റവും പ്രധാനമാണ്. ജീവ് കൊടുക്കുന്നത് അഗ്നി. അല്ല അപ്പൊ അവർക്ക് ജീവനുണ്ട്. അപ്പൊ അതേപോലെ കുഞ്ഞും ജീവ് പോയിട്ടാ യജമാനൻ അറിയാതെ പോയില്ല. ഇല്ല അല്ല അതല്ല, അഗ്നിയല്ല ആയുസ്. അഗ്നിയാണ് ആയുസ്. അതുകൊണ്ട് ശരീരം അറിയാതെ യജമാനൻ അറിയാതെ മറ്റു എടുക്കണം. ആ കുഞ്ഞിനെ അല്ല അവരെടുത്തു. യജമാന്റെ കുഞ്ഞിനെ യജമാനെ എടുക്കണം. അതെ, ഒരു കൈമ ദണ്ണും ഒരു കൈമ പിന്നെ കുഞ്ഞെടുത്താ കുഞ്ഞ് വരെയില്ല. കുഞ്ഞിനെ ആ ദണ്ണാടെ വെച്ചിട്ട് കുഞ്ഞിനെ എടുക്കണം. പിന്നെ ബന്ധമുണ്ട് എന്തായാലും. അപ്പൊ മനസ്സിലായി. അല്ല എത്ര തച്ചാലും എത്ര പറഞ്ഞാലും സ്വന്തം എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞു. യജമാനെ അറിയാതെ പിന്നെ ഒരാൾ എടുക്കുമ്പോൾ മനസ്സിന്റെ ആ ഭാവരാതി ഉണ്ടല്ലോ. ഇല്ല അപ്പൊ യജമാനെ തന്നെ എടുക്കണം. അവരെടുക്കുമ്പോ ഒരു സങ്കടം വന്നുവല്ലോ, അത് നമുക്ക് മതി. അതിനാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. തൻകുഞ്ഞ് പെൺകുഞ്ഞന്നെ. അപ്പൊ യജമാനെ എടുക്കണം കുഞ്ഞിനെ. കണ്ടോ? അയ്യോ ആ സ്നേഹം കണ്ടോ? പിന്നെ അല്ലപ്പാ കുഞ്ഞിനെ അങ്ങനെ കണ്ടോ? എടുത്തു വന്നു. കൈകാല് കൊടയുന്ന കാണുമ്പോ തന്നെ തോന്നി. ഇനി നല്ലോണം പെണ്ണിന്റെ അടിയെല്ലാം കൊണ്ടത് അറിയാതെ മൂത്രമൊഴിച്ചിട്ടുണ്ടാവും. അതിന് അങ്ങനെല്ലാം ആക്കണ്ടപ്പോ എടുത്ത് കൊടഞ്ഞൂടാ. കൈ കൊടഞ്ഞത് യജമാനെ കാണുമ്പോ, അമ്മേനെ കാണുമ്പോ കരയാതെ കൈ നീട്ടാതെ മക്കളില്ല ലോകത്ത്. അപ്പൊ യജമാനൻ ഇനി ആ കുഞ്ഞിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കാം, ഭക്ഷണം എന്തെങ്കിലും കൊടുക്കാം. അല്ലല്ല ഇവിടെ കുറെ അമ്മമാരുണ്ട്. അവരെ അങ്ങനെ മുലപ്പാല് കൊടുക്കുന്നു. ഇങ്ങനെ വേറെ പോയിട്ടാ അവരെ മടിയിലിരുത്തിയിട്ട് അവര് കൊടുക്കണം. ഇപ്പൊ തൽക്കാലം ആ അടി കൊണ്ടതല്ലേ
അവരെ മടിയിലിരുത്തി യജമാനം പാല് കൊടുക്കണ്ട. യജമാന്റെ കുഞ്ഞിക്ക് യജമാനം കൊടുക്കണം. അപ്പൊ ഇപ്പൊ ഭക്ഷണം എന്തെങ്കിലും കൊടുക്കാം, അടി കൊണ്ടതല്ലേ. ആദ്യം എന്തെങ്കിലും കൊടുക്കാം ചെറുതായിട്ട്. നേരെ പറഞ്ഞു യജമാന്റെ കുഞ്ഞിനെ യജമാനെ എങ്ങനെ മുലപ്പാല് കൊടുക്കുന്നത് അതുപോലെ അവരെ കുഞ്ഞിക്ക് അവര് കൊടുക്കും. അല്ലാണ്ട് അവരെ കുഞ്ഞിനെ യജമാനം വിളിച്ചു കൊടുക്കണ്ട. എന്തെങ്കിലും അടി കൊണ്ടതുകൊണ്ട് ക്ഷീണം ഉണ്ടാവും. അപ്പൊ യജമാൻ തൽക്കാലം എന്തെങ്കിലും കൊടുക്കുക, എന്നിട്ടൊന്ന് കുളിപ്പിക്കണം. അത് കൊടുക്കും. അത് എപ്പോഴും അഗ്നി എപ്പോഴാണോ ശരീരത്തിൽ നിന്ന് വിട്ടു പോകുന്നത് അന്ന് മരണം. അല്ല ആരാധിക്കാനായിട്ടാ. അത്രയും വലിയ കായമല്ലേ, അതുകൊണ്ട് കേക്കില്ല. എന്തെങ്കിലും യജമാനെ തോന്നുന്ന മലരുണ്ട്, അവിലുണ്ട്, പഴമുണ്ട്, എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് കുഞ്ഞ് കുളിപ്പിക്കാം. അല്ലെങ്കിൽ ആ വെള്ളത്തിൽ പോകുമ്പോ തന്നെ കുഞ്ഞിക്ക് ക്ഷീണം. അത് ധാരാളം മതി. എന്തറിയോ, മലര് കൊടുത്താൽ വിശപ്പടങ്ങാത്തതില്ല. ഒരു ദേവൻ പോലും അത്ര നല്ല വഴി. അതെ, മലര് കൊടുത്താൽ തൃപ്തിയായി. കണ്ടു നിൽക്കുന്ന അത് കുചേലനം അങ്ങനല്ല കൊടുത്തു. അപ്പൊ അവർ കൊതി മതി. അതെന്തായാലും യജമാന്റെ കൈമന്ന് കിട്ടി അത് മതി. അങ്ങനെ അറിഞ്ഞിട്ടൊന്നും ആക്കില്ല. അറിയാതെ തന്നെ, അറിയാതെ അല്ല ആരും കാണണ്ടാറിഞ്ഞിട്ട് തൊട പിടിച്ചു കുടിച്ചിട്ട് എല്ലാ ഇത് അത് ഇവര് നിലം തച്ചിട്ട് ഇങ്ങനെ അമർത്തുന്നൊക്കെ കുഞ്ഞിന്റെ കാലെല്ലാം അങ്ങനെ ഉണ്ടോപ്പാ. തേച്ച് കുളിപ്പിക്കൽ, അല്ലാതെ തല്ല് കുളിപ്പിക്കലല്ല. തേച്ച് കുളിപ്പിക്കല്, എണ്ണ തേച്ചിട്ട് കുളിപ്പിക്കല്. പിന്നെ ആരെങ്കിലും കുളിപ്പിക്കും. അല്ല ഇപ്പൊ അവർക്ക് കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് അറിയില്ല. അങ്ങനെ അല്ല, തേച്ച് കുളിപ്പിക്കൽ, അരച്ചു കുളിപ്പിക്കലല്ല. വരച്ചു കുളിപ്പിക്കൽ, എണ്ണ തേക്ക്. ഇത് മറ്റേ കുണിയല് ചപ്പിനെ കെട്ട് ഇതാക്കുന്നുണ്ട്. ഭഗവാനെ അങ്ങനല്ല. പണ്ട് എന്റെ അമ്മയെല്ലാം ചെയ്യുന്ന കണ്ടിട്ട് കുഞ്ഞിനെ ഇങ്ങനെ താടിക്ക് പിടിച്ചിട്ട് ആകാശം കാണിക്ക, കടല് കാണിക്കലല്ല. അല്ല മണ്ണ് മണക്കും. പക്ഷെ ഞങ്ങൾക്ക് അത് യജമാനല്ല. ആ കുഞ്ഞിക്ക് എണ്ണ തേച്ചില്ലേ, അപ്പൊ നല്ല ശുദ്ധ ജലത്തിലൊന്ന് കുളിപ്പിച്ചാല് ശുദ്ധിയായി. വെള്ളാണെങ്കിൽ ചിലപ്പോ കുഞ്ഞിക്ക് മൂക്കിലെല്ലാം കയറി പോയാലോ അറിഞ്ഞിട്ടില്ല. അല്ല നീന്താൻ അറിയുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ലപ്പ. ആ കുഞ്ഞി മണ്ണൻ കുഞ്ഞായിട്ട് മാറും. അല്ല ഇത് നാളെ ഈ അമ്മമാരും ഇങ്ങനെ ചെയ്യും. യജമാനൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് തേച്ചു കുളിപ്പിക്കലല്ല. ഇത് ഏതാണ് ആ കുഞ്ഞിക്ക് ഇല്ല ബലവും പോവും. അങ്ങനെയൊന്നും ചെയ്തുകൂടെ. യജമാന്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ പാളയിൽ കടത്തിയിട്ടാണ് ഇഷ്ടമ്മമാർ കുളിപ്പിക്കുന്നത്. അതുപോലെ മടിയിൽ കടത്തിയിട്ട് കൂടി കുളിപ്പിക്കാനോ? അമ്മേരെ മടിയിൽ കാലില് കടത്തിയിട്ട് കുളിപ്പിക്കല്. അല്ലാണ്ട് ഇങ്ങനെ മറ്റാള് 4 ഭാഗത്തുനിന്ന് പിടിച്ചിട്ടല്ല. അത്രയും പറ്റോ യജമാന്റെ കുഞ്ഞിനെടുക്കാൻ കഴിയേ? അല്ല അത് 3 യജമാന്റെ കുഞ്ഞ് തന്നെ ആയിക്കോട്ടെ. എന്നാലും ആ കുഞ്ഞിനെ ഇപ്പൊ മടിയിൽ കടത്തിട്ട് കുളിപ്പിക്കണം. മൂക്കില് പിന്നെ പതുപ്പിലൊന്നും വെള്ളം കയറാറണൊക്കെ ഇതെന്തെന്ന് പതുപ്പില് വെള്ളം കയറിയ കൊടയലല്ല. അങ്ങനെ തലമല്ല. അമ്മേരെ വായു കൊണ്ടൊന്നും ഊതലാണ്. പതുപ്പിനൊന്നും ഊതിക്കഴിഞ്ഞാ നവദ്വാരം ഉണ്ട്. അതെല്ലാം വെള്ളം കളയാനല്ല, പോവാനും വരാനെല്ലാം വേറെ വേറെ വയ്യല്ലേ. അപ്പോ ഇനി ഒന്ന് കുളിപ്പിച്ചായെങ്കിലും മതി. വെളുക്കാൻ തേച്ചത് പാണ്ട് നിറഞ്ഞിട്ട് ലാസ്റ്റ് ഇല്ല തോരും കൊണ്ട ഒന്ന് ആ തലക്ക് തോർത്ത ഒന്ന്. അല്ല ആ വെള്ളത്തിൽ ചാടി കുളിക്കുമ്പോ വെള്ളം തെറിച്ചിട്ടുണ്ടാവും. അവരും പറഞ്ഞു അതെ യജമാന്റെ അത്ര കുളിച്ചതല്ലേ. അല്ല യജമാന്റെ അടുക്ക യജമാനെ പോലെ ആയില്ലല്ലോ. അല്ല യജമാനല്ല, എന്തായാലും യജമാനെ പോലെ ആയില്ല. യജമാന്റെ മുമ്പിൽ ഭക്തിയിൽ നിന്നല്ലേ.
അതെ, യജമാന്റെ പോലെ രൂപസാദൃശ്യം ഉണ്ടാവും അത്. പക്ഷെ യജമാന്റെ കുഞ്ഞുങ്ങളല്ല എന്തായാലും ഈ നിൽക്കുന്നതെല്ലാം. ഇനി ആ കുഞ്ഞിക്ക് ഒന്ന് കിടത്തിട്ട് ചോറുണ്ടെങ്കിൽ ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കൺമഷി. ആ മക്കളോടുള്ള ബന്ധം അല്ലെങ്കിൽ മക്കളോടുള്ള സ്നേഹം എന്തെന്ന് കണ്ടുപഠിക്കണം എല്ലാവരും. അവരില്ല ചെയ്യല്ല. ഇന്ന് ചാണം എന്ന് പറഞ്ഞാൽ സാധനം തൊട്ടാൽ അശുദ്ധിയാണ്. ആ മുമ്പിൽ അത് പോവാൻ അശുദ്ധിയായിട്ട് ശുദ്ധിക്ക് വേണ്ടി ചെയ്യല്. സ്ഥലം ശുദ്ധിയായി. അപ്പൊ ഇനി നല്ല പിരിച്ചിട്ട് കുഞ്ഞിക്ക് കൺമഷി ഇടണം. ആദ്യം കുളിപ്പിച്ചു വന്നല്ലേ. കമിച്ച് കടത്തിട്ടല്ല കൺമഷി, മലത്തി കടത്തിട്ട് കണ്ണിനല്ലേ കൺമഷി. അങ്ങനെയല്ലേ? അതെ അതെ, ബായി കാണുന്നുണ്ട് കുഞ്ഞിന്. അങ്ങനെയല്ല, കൺമഷി എടുത്തിട്ട് കണ്ണിന് അങ്ങനെ അത് കത്തുന്നില്ല. നല്ല മഷി, നല്ല മഷി. അത് ആദ്യം നോക്കേണ്ടത് അമ്മേരെ കണ്ണിനിട്ടിട്ട് കുഞ്ഞിക്ക് ആവുമെന്ന് വെച്ചിട്ട് അമ്മേരെ കണ്ണിനിട്ട് നോക്കണം. അല്ല, ആ കൺമഷി കത്തുന്നുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞിക്ക് ഇടാൻ പാടില്ല. നല്ല കൺമഷി ഇടണം. അല്ല, പിന്നെ ആ കൺമഷിയാ കുഞ്ഞിക്കിടുന്നത്. ആ കൺമഷി അല്ല കുഞ്ഞിക്കിടേണ്ട, നല്ല കൺമഷി. ഇന്ന് ധനം കൊടുത്തിട്ട് വാങ്ങുന്ന കൺമഷിയെ കിട്ടൂ. അമ്മക്ക് കൺമഷി വെക്കാൻ പോലും അറിയില്ല ഇന്നത്തെവർക്ക്. ആ അല്ല, അപ്പുറത്ത് വേറെ കൺമഷി ഉണ്ടെങ്കിൽ ഉണ്ടാവും. അവിടെ വിളക്കുണ്ട്, വിളക്കിന്റെ അടുക്ക കൺമഷി ഉണ്ട്. അതിൽ വരുന്നത് എന്തായാലും നല്ല കൺമഷി ആയിട്ടുണ്ടാവും. ആ അതെ, നല്ല അത് ആ കൺമഷി കത്തൂല എന്തായാലും. അല്ല, കുഞ്ഞിരെ കണ്ണിനല്ല പറഞ്ഞില്ലേ, അത് കത്തുന്നില്ല. ഇല്ല, കത്തിയില്ല എന്തായാലും. ആ അല്ല, അവർക്ക് കത്തുന്നില്ല. കുഞ്ഞിരെ കണ്ണിനിടാതെ. അത്രയും സന്തോഷമായി കുഞ്ഞിക്ക്. നോക്കണം, ആ കുഞ്ഞിന്റെ സന്തോഷം എന്ന് പറയുന്നത് കുളിപ്പിച്ച് കൺമഷി ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഉറക്കുമ്പോ വെറുതെ ഉറക്കില്ല, വയറ് നിറച്ചിട്ട് ഉറക്കുന്നില്ല സന്തോഷം കൊണ്ട്. അപ്പൊ ഒന്ന് മുല കൂട്ടണം കുഞ്ഞിക്ക്. പിന്നെ അതാരെങ്കിലും ചെയ്യോ? അല്ല, കൊടുക്കന്നെ വേണം. കുഞ്ഞ് യജമാന്റെ കുഞ്ഞിക്ക് പിന്നെ യജമാനല്ലാതെ പിന്നെ ആരും മുല കൊടുക്കുന്നു? ഒന്നില്ല. രണ്ട് അറിഞ്ഞിട്ടാ മുലപ്പാല് കൊടുത്തിട്ട് അറിയില്ല. അത് ആദ്യം ഇങ്ങനല്ലേ, കല്യാണം കഴിക്കുന്നവരെ അവർക്ക് എന്തെന്ന് ജീവിതം എന്ന് പറഞ്ഞിട്ട് അറിയില്ല. കഴിച്ചു കഴിയുമ്പോ ഓരോന്ന് പഠിക്കും അവര്. അപ്പൊ കഴിഞ്ഞാൽ അവര് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിക്ക് എങ്ങനെ മുല കിട്ടേണ്ടതെന്ന് അത് താനേ അറിഞ്ഞിട്ടറിയും. അവരോട് ചോദിക്കുന്നില്ല, യജമാനൻ കാണിച്ചു കൊടുക്കണ്ടല്ലേ? അല്ല, യജമാന്റെ കുഞ്ഞിക്ക് യജമാനൻ മുലക്കണ്ണുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്താൽ കുഞ്ഞ് കുടിച്ചോളും. മുലക്കണ്ണുണ്ടെങ്കിൽ ആ അതിന് വലിപ്പമില്ല. അമ്മയുടെ ശരീരത്തിലെ ക്ഷീരം ഉണ്ടെങ്കിൽ കുഞ്ഞ് കുടിക്കും. അല്ല ഈശ്വര, അത് വലിപ്പം നോക്കിയിട്ടല്ല പാല്. ആ കുഞ്ഞൊക്കെ നൊണ്ണ് നനയാനുണ്ടാവും, അമ്മേരെ മുലപ്പാലുണ്ടാവും. മതി എന്തായാലും. വലിയ അല്ല, പ്രസവിച്ച പശുക്കുട്ടീരെ അകിട്ട് നോക്കി വലിപ്പം നോക്കിയിട്ടല്ല പാല് നോക്കുന്നത്. അതുപോലെ കറന്ന എന്തായാലും പാല് കിട്ടും. അതുപോലെ അമ്മേരെ മുലപ്പാല് കുഞ്ഞിക്ക് കിട്ടണമെങ്കിൽ ആ ചുണ്ടിലേക്ക് ആ മുലക്കണ്ണൊന്ന് വെച്ച് കൊടുത്താൽ മതി, കുഞ്ഞു കുടിക്കും. അത് ആടെ ഉണ്ടായിട്ട് കാര്യമില്ല യജമാന്റെ കുഞ്ഞിക്ക്. അത് ശരീര വലുപ്പം കൊണ്ടല്ലേ, അതിൽ പാലില്ലതല്ല. അത് പൊട്ട വൃക്ഷമാണ്. യജമാനം കൊടുക്കണം. ചെല ഉണ്ടെങ്കിൽ അത് മതി, കുഞ്ഞിക്ക് തൊണ്ട തന്നെയല്ലോ. ചോര കിട്ടിയാൽ പിന്നെ ആയല്ലോ, രക്തബന്ധമല്ലേ. അപ്പൊ ചോരയും മതി. മുലപ്പാൽ എന്തായാലും കിട്ടും, കുഞ്ഞിക്ക് വേണ്ടത് കിട്ടും. രണ്ടെണ്ണത്തിന് വേണ്ട, യജമാന്റെ കുഞ്ഞിക്ക് മതി. അതന്നെ, ആരും കുഞ്ഞിക്ക് വയറിന് ബുദ്ധിമുട്ട് വരും. അപ്പൊ മുലപ്പാൽ കൊടുക്കുമ്പോ അമ്മ എന്തായാലും ആ ശ്രദ്ധയോട് കൊടുക്കണം. അത് എല്ലാവർക്കും അറിയേണ്ടത് തന്നെ. പിന്നെ കുഞ്ഞിക്ക് ഉറക്ക് വരണമെങ്കിൽ മുലപ്പാല് കുടിച്ചോണ്ട് ഉറങ്ങണമെങ്കിൽ താരാട്ട് പാട്ട് വേണം എന്തായാലും. ഒരു മൂളപ്പാട്ട് കൂടി. ലാസ്റ്റ് പിന്നെ ഇപ്പൊ കുഞ്ഞിനെ ഉറക്കാൻ പാടുന്നിട്ട്
ഉറങ്ങിയ അല്ല എനക്ക് മുലപ്പാല് കൊടുക്കുമ്പോ ഒരു സംശയം തോന്നി എന്താ അറിയാ ഈ പൂജം അങ്ങനെ ഒന്നാകെ വായിനുള്ളിൽ തുർത്തിയിട്ടില്ലല്ലോ മുലക്കണ്ണ് കൊടുക്കേണ്ടതല്ലേ കുഞ്ഞിന് ശ്വാസം പോയിട്ടില്ലല്ലോ അല്ല അങ്ങനെ കേക്കുക അല്ല കേക്കാൻ ഇതൊന്നാകെ അങ്ങോട്ട് വായിൽ ഇട്ട് കൊടുത്താൽ കുഞ്ഞിക്ക് കുടിക്കാൻ വയ്യോ ചെറിയ വായല്ലേ യജമാനെ കേട്ടോ അപ്പൊ ഉണ്ടാകും എന്തായാലും കരച്ചല് കേൾക്കുന്ന എന്തായാലും കിട്ടുന്നില്ലാന്ന് എന്തെന്ന് എന്താക്കിയേ അല്ല യജമാനം ഇങ്ങോട്ട് വരണം ഇങ്ങനെ ഇങ്ങനെ പേടിച്ചു അല്ല അത് കാര്യമുണ്ട് മുലപ്പാല് കിട്ടിയിട്ട് യജമാനം പറഞ്ഞ പോലെ മുലപ്പാല് കിട്ടാണ്ടിരിക്കുമ്പോ മുലക്കണ്ണ് കടിച്ചു മുലക്കണ്ണ് കടിച്ച കവിള് പിടിക്കണം എന്നാ പറയുന്നത് അവരെ കവിളല്ല കുഞ്ഞിരെ കവിള് പിടിക്കണ്ടേ മുലപ്പാല് കിട്ടാണ്ടിരിക്കുമ്പോ മുലക്കണ്ണ് കടിച്ച കുഞ്ഞിരെ കവിള് പിടിച്ചാ മതി എന്തായാലും അമ്മേടെ അടുക്ക വരാതെ ഇല്ല ഒന്ന് പിരിച്ചു കിടത്താം നല്ല എലി കടിക്കില്ല അല്ല ആ കിടത്തിയത് കാണുമ്പോ തെക്ക് കിടക്കായിട്ട് പിന്നെ അന്ത്യ ഉറക്ക് പോലെ തന്നെ ആയി യജമാനൻ അറിയാതെ അങ്ങനെ ഒന്നും അയക്കില്ല എന്നാലും ശരിക്കട്ടെ ഇനി ഉറക്കിയ സ്ഥിതിക്ക് ആ നെല്ല് നിറഞ്ഞാലും അരി നിറഞ്ഞാലും ഒഴിഞ്ഞാല് തീർന്നു തളർപ്പും കുളിർപ്പും ഉണ്ടായിക്ക അന്നമാണ് ആയുസമാണ് 1000 വർഷം വാണാളം വർദ്ധനം ദീർഘായുസ് ബോധക്കേട് വസക്കേട് താഴ്താവ് തളർച്ച കുഞ്ഞൊരു ചിറങ്ക് ഉറപ്പ് ആളേറെ മൂലേർ തോന്നപ്പെട്ട മഹാവ്യാധിയല്ല ഇടഭാഗം നിലത്തുക കാറ്റ് അല്ല യജമാൻ ഇങ്ങോട്ട് വരണം ആനയിട്ട് വിരിയേണ്ടത് യജമാനായതുകൊണ്ട് ഒരു ലക്ഷണം കാണാനുണ്ട് ഓ യജമാനൻ ആട കണ്ടത് പോരാ നമുക്ക് ഇവർക്ക് മന്നന്മാർക്ക് കാണണമല്ലോ അപ്പൊ പിന്നെ ഞങ്ങളെ ദുരിതമെല്ലാം നീക്കണമെങ്കിലേ ഞങ്ങൾക്ക് നാളെ വരുന്ന എന്തെങ്കിലും ഭയങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കി തരാനല്ലേ നാളത്തെ ഭാവി ലക്ഷണം കറുപ്പിച്ച തേങ്ങ എടുക്കണം 1 ലക്ഷണം കാണണം ആരും അല്ല ഇങ്ങനെയില്ല ഭൂതഗണങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ല അത് യജമാന്റെ ഭൂതഗണങ്ങൾ മനുഷ്യനാവില്ലല്ലോ ബാക്കിയില്ലെന്തല്ലോ അതുകൊണ്ട് ആ നാളികേരം എടുത്തിട്ട് 1 ലക്ഷണം നോക്കാം അങ്ങോട്ട് പോലെ യജമാന്റെ ലക്ഷണം തൊട്ടുടക്കെങ്കിലും നമ്മളെ മന്നന്മാർക്കും എല്ലാവർക്കും ഈ തകർത്ത പത്തിനും അത് ശുഭലക്ഷണമായിട്ട് കിഴക്ക് പടിഞ്ഞാറായിട്ട് കാണണം അപ്പൊ യജമാനൻ അതിന് കിഴക്ക് പടിഞ്ഞാറായിട്ട് ആ ലക്ഷണം നല്ല ലക്ഷണത്തിനും ഒരു അർത്ഥങ്ങളുണ്ട് അല്ലെങ്കിൽ സമയത്തിനും ഒരു അർത്ഥങ്ങളുണ്ട് പിന്നെ ഇരുട്ടായാൽ ഇരുട്ടിന് ചന്ദ്രനാണ് പ്രാധാന്യം പകലായി പകല് സൂര്യനാണ് അപ്പൊ യജമാന്റെ മുമ്പിൽ ആ ലക്ഷണത്തിന് പിന്നെ സമയത്തിന് നിർണയമില്ല യജമാനൻ ഇടുന്ന ഏത് സമയം ഞങ്ങൾക്ക് ഗുളികമുർത്തു തന്നെ അതെ യജമാനൻ അങ്ങനെ ആക്കി തരണം അല്ല അങ്ങനെ അല്ല ആടെയല്ല ആ ശുഭാക്കിട്ട് അങ്ങനെ തരണം പുറത്തും അല്ല അകത്തും അല്ല എന്നല്ല ഇവിടെ ഇതിന്റെ മുമ്പിൽ വേണം അതിന് നിൽക്കുന്നല്ലോ അല്ല യജമാന്റെ സമയത്തിന് പറഞ്ഞു അത്രയും ലക്ഷണം ഇടുന്നതല്ല തിരിച്ചിട്ട് ഇടണം അത് കിഴക്ക് പടിഞ്ഞാറായിട്ട് കാണണം അത്രയും അല്ല തിരിച്ചിട്ടിട്ടാ തൊട്ടൂടാ ഇതെണ്ണുണ്ടൊന്നും തിരിച്ചിട്ടാ തൊട്ടൂടാന്ന് ആ തിരിച്ചിട്ടാ പിന്നെ തൊടാൻ പാടില്ല ഷർട്ട് മണിക്കൂർ പോയാ അതെ പോയി ഇങ്ങോട്ട് ദുഷ്ടശക്തികൾ പോയി അപ്പൊ യജമാന്റെ ആ ലക്ഷണങ്ങൾ ശുഭാക്കി തന്നാണ് ചെറുതായ തിരുക്കുകളുണ്ട് ചെറിയ സമയപ്പിഴകളും അതിലെല്ലാം അതിലുണ്ടാവാം പക്ഷെ യജമാനല്ലേ ഒരു കാവൽക്കാരനായിട്ട് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കണം അത്രയും പ്രാർത്ഥന എന്റെ യജമാന്റെ പ്രസാദം ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ അടിയം മനുഷ്യൻ
നക്കരദേവൻ്റെ ആ പുണ്യമണ്ണിൻ്റെ വരമ്പത്ത് വെച്ചിട്ട് ആ വിഷ്ണുവാദനം രക്തേശ്വരമ്മയും അതുപോലെ പടിഞ്ഞാറ് ചാവണ്ടിയും പുറത്തമ്മയും കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ആണയിട്ട് പിരിയേണ്ടത് യജമാനി. അത് കഴിഞ്ഞിട്ട് ആ പഞ്ചുള്ളിയും അതുപോലെ വീർനാൾ വേണം ദൈവത്തിൻ്റെ കോലം കാണാനുണ്ട്. അതുവരെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്താതെ കൃത്യക്കനിയും കുറിച്ച കുരുമാനവും അടിയന്തരം പ്രയാണത്തിക്കണം. ആ യജമാൻ്റെ എല്ലാ അനുഗ്രഹത്തോടു കൂടിയിട്ട് പറയുന്ന സർവ്വവിധ പല ആൾക്കാരും കൂടി ചെയ്ത കർമ്മങ്ങൾ അല്ലേ, പല കരങ്ങളും ചേരണം. കരചരണജകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാതം വിഹിതം അപഹിതം വാ സർവമേതാൽ ക്ഷമസ്വ ശിവശിവ കരുണാബ്ദി ശ്രീ മഹാദേവ ശംഭു എന്ന് ആ ശംഭുവിൻ്റെ കാൽക്കൽ വീണിട്ട് യജമാൻ്റെ ആ പുണ്യകാവൽക്കാരനായിട്ടുള്ള അനുഗ്രഹത്തോട് കൂടിയിട്ട് ഈ സ്ഥലത്ത് നിറഞ്ഞു നിൽക്കണം.